ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SS മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാത്സ് ഡിസ്കഷൻ ആണ്. 2020 നടന്ന 003/2020 എന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ 20 ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെയൊക്കെ ചെയ്യാമെന്നും എളുപ്പത്തിൽ എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാമെന്നുമുള്ള രീതിയിലാണ് ഈ മാത്സ് ഡിസ്കഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒരു സംഖ്യയുടെ വർഗത്തോടു കൂടി 51 ചേർത്താൽ 676 കിട്ടും. സംഖ്യ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 525, ഓപ്ഷൻ ബി 625, ഓപ്ഷൻ സി 25, ഓപ്ഷൻ ഡി 26. ഇതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സംഖ്യ, അതായത് 676 നിന്നും 51 കുറയ്ക്കുക. അതായത് നമുക്ക് എത്രയാണോ സംഖ്യ കൂട്ടാൻ തന്നിട്ടുള്ളത് അതിൽ നിന്ന് കുറയ്ക്കേണ്ട സംഖ്യ എടുക്കുക. അതായത് 676 നിന്ന് 51 കുറയ്ക്കുക. അപ്പൊ നമുക്ക് കിട്ടും 625 എന്നുള്ള ആൻസർ. ഓപ്ഷനിൽ 625 ഉണ്ടായിരിക്കും, പക്ഷെ ഇതല്ല ആൻസർ. ഇത് ചോദിച്ചിട്ടുള്ളത് ഒരു സംഖ്യയുടെ വർഗത്തോട് കൂട്ടിയിട്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് 625 എന്ന് പറയുന്നത് ഏതിന്റെ വർഗമാണ്? 625 എന്ന് പറയുന്നത് 25ന്റെ വർഗമാണ് 625. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 625 എന്ന് പറയുന്നത് 25ന്റെ സ്ക്വയർ ആണ്. നമ്മളോട് ചോദിച്ച ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. 625 എന്നുള്ളത് ഓപ്ഷനിലുണ്ട്. ഒറ്റയടിക്ക് 676 51 കുറച്ച് 625 എന്ന് എഴുതിയിട്ട് അതെല്ലാ കുട്ടികൾക്കും അറിയാവുന്നതാണ് 625 ആണ് എന്നുള്ളത്. അതല്ല വേണ്ടത്, ഏത് സംഖ്യയുടെ വർഗത്തോടു കൂടിയാണ് കൂട്ടിയിട്ടുള്ളത് എന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 625 എന്നുള്ളത് 25ന്റെ വർഗമാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 25 ആണ്. നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാൻ എളുപ്പം എന്ന് പറയുന്നത് ഓപ്ഷൻസിൽ നിന്ന് എടുത്ത് ചെയ്യാം. അതായിരിക്കും അധിക ചോദ്യങ്ങൾക്കും എളുപ്പത്തിൽ ഉത്തരം കിട്ടാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം. നിങ്ങൾ ചോദ്യം വായിച്ചിട്ട് അതിന്റെ ഓപ്ഷൻസ് കൂടി നോക്കുക. കാരണം ബാക്കിയുള്ളതുപോലെയല്ല മാത്സ്, ഓപ്ഷനിൽ തന്നെ ഉണ്ടായിരിക്കും അതിന്റെ ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ള ഒരു രീതി കൂടി. പെട്ടെന്ന് ആൻസർ പിക്കപ്പ് ചെയ്യാൻ സുഖമായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 20ൽ താഴെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്ര? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓപ്ഷൻ എ 100, ബി 96, സി 98, ഡി 20. ഇതിന്റെ ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷനാണ് n സ്ക്വയർ എന്ന് പറയുന്നത്. 20ൽ താഴെ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 10 ഒറ്റ സംഖ്യകളുണ്ട്. 10 ഒറ്റ സംഖ്യകളുടെ സ്ക്വയർ, അതായത് 10ന്റെ സ്ക്വയർ 100 എന്ന ആൻസർ നമുക്ക് ഇവിടെ കിട്ടും. കാരണം n സ്ക്വയർ, അതായത് സം ഓഫ് ഓഡ് വൺസ്, അതായത് ഒറ്റ സംഖ്യകളുടെ തുക കാണുവാനുള്ള ഇക്വേഷനാണ് n സ്ക്വയർ. 20ൽ താഴെ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 10 ഒറ്റ സംഖ്യകളുണ്ട്. അത് നമുക്ക് സുഖമായിട്ട് അറിയാം. കാരണം 20ൽ 20 ഇരട്ട സംഖ്യകൾ ഉണ്ടെന്ന് അറിയാം. 20ൽ എത്ര ഒറ്റ സംഖ്യകൾ, അതായത് 20ൽ താഴെയുള്ള എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 19 വരെ ഒറ്റ സംഖ്യയാണ്. അപ്പൊ തന്നെ നമുക്കറിയാം 10 സംഖ്യകൾ എന്തായാലും ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പൊ നമ്മൾ 10ന്റെ സ്ക്വയർ കാണുക. അപ്പൊ ആൻസർ 100 എന്ന ആൻസർ നമുക്ക് കിട്ടും. ഇനി 73. 5/1/3 പ്ലസ് 3/1/3 മൈനസ് 2/1/3 എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 10/1/3, ഓപ്ഷൻ ബി 4/1/3, ഓപ്ഷൻ സി 6/1/3, ഓപ്ഷൻ ഡി 5/1/3. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പലർക്കും ബുദ്ധിമുട്ടാണെന്ന് തോന്നുമെങ്കിലും ഏറ്റവും എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സുഖമാണ്. നമുക്ക് തന്നിട്ടുള്ള 1/3 മാറ്റി നിർത്തുക, ബാക്കിയുള്ള സംഖ്യകൾ എടുക്കുക. 5 പ്ലസ് 3 മൈനസ് 2 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ 5 പ്ലസ് 3 8 മൈനസ് 2 6. അതായത് 5 നമുക്ക് തന്നിട്ടുള്ള സംഖ്യകൾ എടുത്തെഴുതുക, 1/3 ഒഴിച്ചു നിർത്തി ബാക്കിയുള്ള സംഖ്യകൾ എഴുതുക. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് 5 3 2. പിന്നെ അതിലുള്ള സിമ്പിൾസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ 5 പ്ലസ് 3 8 മൈനസ് 2 = 6 എന്ന ആൻസർ കിട്ടും. അതിന്റെ കൂടെ ഒരു 1/3 കൂടി ചേർത്ത് കൊടുത്ത ആൻസർ റെഡിയായി. ഓപ്ഷൻ സി 6/1/3 എന്നാണ് ഇതിന്റെ ആൻസർ.
ഇനി അങ്ങനെയും ചെയ്യാൻ കഴിയാത്തവർ, അതായത് സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകം പറയാത്തത്. കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് ചെയ്ത് തീരുമ്പോഴേക്ക് ചിലപ്പോൾ നിങ്ങളുടെ എക്സാം വരെ തീർന്നു പോകും. അതുകൊണ്ടാണ് ആ രീതി പറയാതെ ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതി പറയുന്നത്. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. ഇതിനെ മറ്റൊരു രൂപത്തിലേക്ക് എഴുതണം. അതായത് 5 × 3 5 15 + 1 16/3 എന്നാക്കണം. 16/3 പിന്നെ അത് കൂടെ പ്ലസ് ആഡ് ചെയ്ത് 3 9 1 10/3 10/3 പിന്നെ മൈനസ് 23 6 + 1 7/3 എന്നിങ്ങനെ ആക്കണം. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഇതിനെ ക്രോസ് ചെയ്യണം. അതായത് ഇങ്ങനെ ക്രോസ് ചെയ്യണം. പിന്നെ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതും ഇതും തമ്മിൽ ക്രോസ് ചെയ്യണം. അങ്ങനെ ആകുമ്പോഴേക്കും നിങ്ങളുടെ സമയം കൂടുതൽ പോകും. ഇത് അതിലും നല്ലത് ഇവിടെ 1/3 ആയതുകൊണ്ട് തന്നെ സുഖമായിട്ട് ചെയ്യാം. 5 + 3 - 2 = 6 എന്നെടുത്ത് എഴുതുക. അതിന്റെ കൂടെ 1/3 എന്നൊരു ആൻസറും കൂടി ഇട്ട് കഴിഞ്ഞാൽ ആൻസർ ശരിയായി. വളരെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മെത്തേഡ് കൂടിയാണ് ഇത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 74 1/2 + 1/4 + 1/8 + 1/16 + x = 1 ആയ x എത്ര? ഇത് കാണുമ്പോൾ വലിയ ചോദ്യമാണെങ്കിലും ആൻസർ വളരെ എളുപ്പമാണ്. ഇത് കാണേണ്ടത് ഛേദത്തിന്റെ LCM കണ്ടാൽ മതി. അതായത് LCM ഓഫ് ഛേദം, അതായത് 2 4 8 16 LCM കണ്ടാൽ ഇതിന്റെ ആൻസർ ആയി. ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. 2 4 8 16 LCM കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അതായത് ഏറ്റവും ചെറിയ സംഖ്യ നോക്കുക, എല്ലാത്തിലും പോകുന്നത് നോക്കുക, അത് വെച്ച് ചെയ്യുക. LCM എന്ന് പറയുന്നത് 2 × 2 × 2 × 2 ആൻസർ 16 എന്ന് കിട്ടി. ഞാൻ ഇത് സ്പീഡിൽ പറഞ്ഞു പോകാനുള്ള കാരണം LCMന്റെ ക്ലാസ് മുന്നേ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ കൂടി പോയി കാണുക. LCM എങ്ങനെയൊക്കെ ചെയ്യാം, ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും, അവിടെ ഞാൻ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം എന്നുള്ള എല്ലാ മെത്തേഡ്സും അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇങ്ങനെയൊന്നും ബുദ്ധിമുട്ടില്ലാതെ ഞാൻ പറഞ്ഞ ആ മെത്തേഡ് ഉപയോഗിക്കുന്നവർക്ക് ഇത്ര പോലും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അത് വളരെ എളുപ്പമുള്ള ഒരു മെത്തേഡാണ്. കാരണം എല്ലാം പോകുന്ന ഏക സംഖ്യ എന്ന് പറയുന്നത് ഇവിടെ 16 ആണ്. 16 16 പോവും, 16 8 പോവും, 16 4 പോവും, 16 2 പോവും. അപ്പൊ തന്നെ നമുക്കറിയാം ഇതിന്റെ LCM എന്ന് പറയുന്നത് 16 ആണ്. കാരണം 16 4 സംഖ്യകളും പോകുന്നുണ്ട് എങ്കിൽ അത് തന്നെ ആയിരിക്കും അതിന്റെ LCM. അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്. എന്നാൽ ഇവിടെ 6 എന്നെങ്ങാനുമായിരുന്നു വന്നിരുന്നെങ്കിൽ ഇവിടെ ഒരിക്കലും 16 വരില്ല. അതായത് LCM 16 അല്ല കിട്ടുക. കാരണം അവിടെ 6 എന്നൊരു സംഖ്യയായിരുന്നു. ഇപ്പൊ 1/6 എന്നായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട LCM മെത്തേഡ് ഇത് തന്നെയായിരിക്കും. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ കഴിയും. ഇത് വളരെ ഈ 16 എല്ലാ സംഖ്യകളും പോകുന്നുണ്ട് എന്നറിയുന്നത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ 16 എന്ന ആൻസറിലേക്ക് എത്തുകയും ഓപ്ഷൻ ഡി നമ്മൾ മാർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പൊ 74ന്റെ ആൻസർ എന്ന് പറയുന്നത് 1/16 എന്നാണ്. ഇനി നമുക്ക് ഇതും പലരും പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇതേപോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് ചെയ്യുന്നവരുണ്ട്. എന്നിട്ട് ഒന്നിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അതിന്ന് മൈനസ് ചെയ്യും, അപ്പൊ എത്ര കിട്ടുമെന്ന് നോക്കും. അതൊക്കെ ചെയ്യുമ്പോഴേക്ക് സമയം കൂടുതലെടുക്കും. PSC ഒരു കാരണവശാലും അത്രയും വലിയൊരു ക്വസ്റ്റ്യൻ തരില്ല എന്ന് നിങ്ങൾ ആദ്യം ഓർത്തു വയ്ക്കുക. കാരണം പെട്ടെന്ന് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പ മെത്തേഡ് മാത്രമേ PSC ചോദിക്കുകയുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 75ാമത്തെ ക്വസ്റ്റ്യൻ. 2 സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 3:4. അവയുടെ വ്യത്യാസം 24 എങ്കിൽ ചെറിയ സംഖ്യ ഏത്? ഇതിലെ ചെറിയ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ചെറിയ അംശബന്ധം ഏതാ? 3ലും 4ലും ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 3 അല്ലേ? അപ്പൊ നമ്മൾ ആ 3 ഇൻറ്റു നമുക്ക് തന്നിരിക്കുന്ന വ്യത്യാസം മൾട്ടിപ്പിൾ ചെയ്താൽ മതി. വളരെ എളുപ്പത്തിൽ കിട്ടും. 3 × 24 എത്രയാണ്? 72. വളരെ സിമ്പിൾ ആയിട്ട് എത്രയും പെട്ടെന്ന് ആർക്കും സെക്കൻഡുകൾ കൊണ്ട് ചെയ്യുന്ന ചോദ്യമാണ്. ഇപ്പൊ 2 സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം തന്നു. ഇതേപോലെ തന്നെ 3:4 അവയുടെ വ്യത്യാസം 24 എങ്കിൽ വലിയ സംഖ്യ ഏതാ എന്നാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ 4 × 24 ചെയ്യണം.
ചെറിയ സംഖ്യ ചോദിച്ചാൽ ചെറിയ അംശബന്ധം വെച്ചിട്ടും വലിയ സംഖ്യ ചോദിച്ചാൽ വലിയ അംശബന്ധം വെച്ചിട്ടും ചെയ്യുക. അപ്പൊ പെട്ടെന്ന് ആൻസർ പിക്കപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. ഇനി 76. താഴെ തന്നിരിക്കുന്നതിൽ രാമാനുജ സംഖ്യ അല്ലാത്തത് ഏത്? ഇതിലെ രാമാനുജ സംഖ്യ ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. 1729 രാമാനുജ സംഖ്യ. അപ്പോൾ ഇതില് ഒറ്റയടിക്ക് എഴുതാം, ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം 1728 എന്ന് പറഞ്ഞ സംഖ്യയാണ് ഇവിടെ തന്നിട്ടുണ്ട്. 1728 രാമാനുജ സംഖ്യ അല്ല. 1728 രാമാനുജ സംഖ്യ അല്ല എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി. ഒന്നും നോക്കാതെ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാവുന്നതാണ്. ഈ 77. x മൈനസ് 1/x ഈക്വൽ ടു 7 ആയാൽ x² പ്ലസ് 1/x² എത്രയാണ്? ഓപ്ഷൻ എ 51, ബി 47, സി 49, ഡി 15. ഇതിനെ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്തു വെക്കണം. ആ ഇക്വേഷനാണ് ഈ റെഡ് കളർ തന്നിട്ടുള്ളത്. a² പ്ലസ് 1/a² ഈക്വൽ ടു ബ്രാക്കറ്റ് ഓഫ് a 1/a ഓൾ സ്ക്വയർ പ്ലസ് 2 എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ ഓർത്തു വെക്കുക. കാരണം നമുക്ക് തന്നിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഈ മെത്തേഡാണ്. കാരണം a മൈനസ് 1/a എന്നുള്ള മെത്തേഡിലാണ് ഈ തന്നിട്ടുള്ള x 1/x എന്നുള്ളത്. അപ്പൊ നമ്മൾ അതിന്റെ ആൻസറിനെ ഇങ്ങോട്ട് എടുത്ത് എഴുതി, അതായത് 7 എന്ന സംഖ്യ എഴുതി. പിന്നെ നമ്മൾ പഠിച്ച ഇക്വേഷൻ പ്രകാരം സ്ക്വയർ ചെയ്യുക, അതായത് 7² പ്ലസ് 2 എന്നുള്ള ഇക്വേഷൻ കൂടി കൊടുക്കുക. ഇതാണ് നമ്മളെ ഇക്വേഷൻ. നമുക്ക് കാണേണ്ട ഇക്വേഷൻ ഇതും, അതായത് നമുക്ക് ഈ ഇക്വേഷനാണ് ഇത്. അതായത് കാണേണ്ട ഇക്വേഷനെ വിഭജിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഇക്വേഷനാണ് a മൈനസ് 1/a ഓൾ സ്ക്വയർ പ്ലസ് 2 എന്നുള്ളത്. ഇവിടെ a 1/x എന്ന് പറയുന്നത് 7 ആണ്. നമ്മൾ അതിന്റെ സ്ക്വയർ എടുത്തു, പ്ലസ് 2 ചെയ്യുക. പ്ലസ് 2 ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ആയി. 7ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 49 ആണ്. പ്ലസ് 2 കൂടി ചെയ്യുമ്പോൾ 51. ആൻസർ 51. പലരും സ്ക്വയറിൽ വെച്ച് നിർത്തും. കാരണം ഈ 2 പലപ്പോഴും മറന്നു പോകും. എല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ഈ 2 മറന്നു പോകും. അത് മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആ നോട്ടിൽ എഴുതി വെക്കുക. കാരണം ഇതേ ചോദ്യം ഇനിയും ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഇത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടണ്ട. ഈ ഇക്വേഷൻ അറിയുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ ഈ ഇക്വേഷൻ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. അവർക്ക് സുഖമായിട്ട് എഴുതാൻ കഴിയും. എങ്ങനെയെന്ന് ചോദിച്ചാൽ അവർക്കറിയാം 7² കൂടെ പ്ലസ് 2 ചേർത്ത ആൻസർ ആയി. അപ്പൊ 7² പ്ലസ് 2 51 എന്നുള്ള ആൻസർ കിട്ടി. കാരണം അവർക്ക് അതിന്റെ ഇക്വേഷൻ അറിയാം. ഇത് ചെയ്താൽ മാത്രമേ ശീലമാകൂ. നിങ്ങൾ ഈ ഇക്വേഷൻ യാതൊരു കാരണവശാലും മറന്നു പോകരുത്. അതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇനി ചിലപ്പോൾ ഇത് ചോദിച്ചിട്ട് ഇതും ചോദിക്കാം. അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ട് ആൻസർ ചെയ്യണം. ഇനി 78. റൂട്ട് ഓഫ് 3 പ്ലസ് 1 ഇൻറ്റു റൂട്ട് ഓഫ് 3 മൈനസ് 1 എത്രയാണ്? ഓപ്ഷൻ എ 4, ബി 2 റൂട്ട് 3, സി 2, ഡി റൂട്ട് 8. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന ഫോമിലാണ് നമ്മൾക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് a² മൈനസ് b² എന്നാണ്. അപ്പൊ നമുക്ക് അത് എടുത്തെഴുതാം. റൂട്ട് 3 പ്ലസ് 1 ഇൻറ്റു റൂട്ട് 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ റൂട്ട് 3യുടെ സ്ക്വയർ എത്ര? a². അതായത് റൂട്ട് 3² എന്ന് പറഞ്ഞാൽ 3 ആണ്. പിന്നെ 1ന്റെ സ്ക്വയർ, അതായത് ബി എന്ന് പറയുന്നത് 1 ആണ്. 1ന്റെ സ്ക്വയർ എത്രയാണ്? 1. അപ്പൊ 3 മൈനസ് 1 ഈസ് ഈക്വൽ ടു 2. ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി 79. 10 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ വശങ്ങളുള്ള ത്രികോണത്തിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന ത്രികോണത്തിന്റെ ചുറ്റളവ് എത്ര? ഇതും വളരെ എളുപ്പമാണ്. ഓപ്ഷൻ എ 24, ഓപ്ഷൻ ബി 12, ഓപ്ഷൻ സി 18, ഓപ്ഷൻ ഡി 16. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന സംഖ്യകളെ കൂട്ടുക, അതായത് 10 പ്ലസ് 8 പ്ലസ് 6 ഈക്വൽ ടു 24 എന്ന് കിട്ടി. അതേ ബൈ 2 ചെയ്താൽ മതി 12. വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. നേർ പകുതിയായിരിക്കും തന്നിരിക്കുന്ന സംഖ്യയുടെ നേർ പകുതിയായിരിക്കും മധ്യബിന്ദു ഉപയോഗിച്ച് വരയ്ക്കുന്ന ത്രികോണത്തിന്റെ ചുറ്റളവ്. അത്രയും നിങ്ങൾ ഓർത്തു വെക്കേണ്ടുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് വളരെ എളുപ്പമാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസറും കിട്ടും. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു ക്ലോക്കിലെ സമയം 8 മണി കാണിച്ചിരിക്കുന്നു. മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര എന്നാണ് ചോദ്യം. ഇത് ഒരു റെയർ ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സാധാരണ നമുക്ക് ക്ലോക്കിലെ ചോദ്യങ്ങൾ ചോദിക്കുക ഒന്നുകിൽ മിറർ ചോദിക്കും, അല്ലെങ്കിൽ ചോദിക്കുന്നതാണ് അതിന്റെ കോണളവ് എത്ര എന്നുള്ളത്. അതായത് 2 സംഖ്യകൾ തന്നിട്ടുള്ള ചോദിക്കല്. അപ്പൊ സാധാരണ നമ്മൾ ചെയ്യല് 30h - 11/2 × m എന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യാറ്. എന്നാൽ ഇത് അങ്ങനെ ചെയ്യേണ്ട ഒരു ചോദ്യമല്ല. കാരണം മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര എന്ന് ചോദിച്ചാൽ
1 അവർ എന്ന് പറഞ്ഞാൽ 15 ഡിഗ്രിയാണ് അതിന്റെ വ്യത്യാസം. അതായത് 1 അവർ എന്ന് പറഞ്ഞാൽ 15 ഡിഗ്രിയാണ് വ്യത്യാസം. അപ്പോൾ 8 × 15 എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രി. അപ്പോൾ ഓപ്ഷൻ ഡി 120 ഡിഗ്രി എന്നാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം ഈ ഒരു പോയിന്റ് ആണ്. 1 അവർ എന്ന് പറഞ്ഞാൽ 15 ഡിഗ്രി എന്നാണ്. അപ്പോൾ 1 അവർ 15 ഡിഗ്രി എന്നാണെങ്കിൽ അപ്പോൾ 8 × 15 അതായത് കോണുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 1 15 ഡിഗ്രിയാണ്. 1 അവർ = 15 ഡിഗ്രിയാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 8 മണി എന്നാണ്. 8 മണി എന്ന് പറയുമ്പോൾ 8 അവർ × 15 ചെയ്യുക. അപ്പോൾ 120 എന്ന ആൻസർ കിട്ടും. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെച്ചാൽ ഏത് പ്രോബ്ലം എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. കാരണം 30h-11/2 × m ഒക്കെ ചെയ്തു വരുമ്പോഴേക്ക് നേരം എടുക്കും. അത് ബുദ്ധിമുട്ടാണ് ഈ ഒരു കാര്യത്തിന്. എന്നാൽ മറിച്ച് 8, 15 തമ്മിലുള്ള കോണളവ് എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് 30h-11/2 × m വെച്ചിട്ട് തന്നെ ചെയ്യാം. അതാവും നിങ്ങൾക്ക് ഇതിലും എളുപ്പത്തിൽ കിട്ടുക. അതിന് വേറൊരു ഇക്വേഷൻ ഉണ്ട് ഇതേപോലെ എളുപ്പത്തിലുള്ളതിനെ. അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 81. അനു ഒരു വരിയിൽ മുൻപിൽ നിന്ന് 25-മതും പുറകിൽ നിന്ന് 25-മതുമായി നിൽക്കുന്നു എങ്കിൽ ആ വരിയിൽ എത്ര പേരുണ്ട്? വളരെ എളുപ്പമാണ്. രണ്ടും പാടെ കൂട്ടുക. തന്നിരിക്കുന്ന രണ്ട് സംഖ്യകളായ 25 + 25 = 50 എന്ന് എഴുതുക. അതിൽ നിന്ന് 1 കുറയ്ക്കുക. 50 - 1 49. ഈ 1 കുറയ്ക്കാനുള്ള കാരണം എന്ന് പറയുന്നത് മുൻപിൽ നിന്നും പിൻപിൽ നിന്നും എണ്ണിയാൽ 25 എന്ന് പറയുന്ന 2 സംഖ്യകളുണ്ട്. അതിന് പകരമായി ഒരു സംഖ്യ എഴുതുകയാണ്. കാരണം 2 വട്ടം ഒരാളെ എണ്ണില്ലല്ലോ, നമ്മൾ ഒരു വട്ടമല്ല ഒരാളെ എണ്ണു. അപ്പോൾ 25 + 25 എന്ന് നമ്മൾ ആദ്യം ആഡ് ചെയ്യുക. അപ്പോൾ 50 എന്ന ആൻസർ കിട്ടും. ആ 50-ൽ നിന്ന് 1 കുറയ്ക്കുക. അപ്പൊ 49 എന്ന ആൻസറിലേക്ക് എത്തും. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 82. 2021 ഓഗസ്റ്റ് 15 ഞായറാഴ്ചയായാൽ ആ വർഷം ക്രിസ്തുമസ് ഏത് ദിവസമായിരിക്കും? അതിന്റെ ആൻസർ ഇങ്ങനെയാണ്. ഓഗസ്റ്റ് 15 അടക്കം ഓഗസ്റ്റിൽ 17 ദിവസമുണ്ട്. സെപ്റ്റംബറിൽ 30 ദിവസം, ഒക്ടോബറിൽ 31 ദിവസം, നവംബറിൽ 30 ദിവസം, ഡിസംബറിൽ 25 ദിവസം. നമുക്കിത് മൊത്തം പാടെ ആഡ് ചെയ്താൽ 153 എന്ന ആൻസർ നമുക്ക് ലഭിക്കും. ഈ 153 കിട്ടിക്കഴിഞ്ഞാൽ അതിനെ 7 കൊണ്ട് ഹരിക്കുക. 7 കൊണ്ട് ഹരിക്കുമ്പോൾ 15-ൽ 2 തവണ 7 പോകും. അതായത് 14 എന്ന ആൻസറിലേക്ക് കിട്ടും. ഇതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ 13 എന്ന ആൻസർ വരും. 7 ഒരു തവണ മാത്രമേ 13-ൽ പോകൂ. ബാക്കി വരുന്ന ശിഷ്ടം എത്രയാണെന്ന് നോക്കുക. ഇവിടെ വരുന്ന ശിഷ്ടമാണ് 6. ഈ ശിഷ്ടത്തിനാണ് നമുക്ക് പ്രാധാന്യം. 6 എന്ന് പറയുമ്പോൾ ഞായർ കഴിഞ്ഞാൽ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ആൻസർ ഈസ് ശനി. ഓപ്ഷൻ എ ശനിയാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. കാരണം ഇവിടെ നമ്മൾ ഓഗസ്റ്റ് 15 കൂടി ആഡ് ചെയ്താൽ മാത്രമേ ഈ ആൻസർ കിട്ടൂ. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് പറയുന്നത് വെള്ളിയാണ്. അത് പിന്നെ ഓപ്ഷൻസിൽ ഇല്ലാത്തതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അഥവാ അങ്ങനെ വന്നിരുന്നു എങ്കിൽ നമ്മൾ അധിക ആൻസറും അതായിരിക്കും. പലരും ചെയ്യാൻ പോകുന്ന ആൻസറും അത് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓഗസ്റ്റ് 15 മുതൽ ഉള്ള ദിവസം കൂടി 15 കൂടി ഇൻക്ലൂഡ് ആയിട്ടാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. ശിഷ്ടമാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 7 കൊണ്ട് ഹരിക്കുക. തന്നിരിക്കുന്ന അതായത് നമുക്ക് ആഡ് ചെയ്ത് കിട്ടിയിരിക്കുന്ന സംഖ്യയെ 7 കൊണ്ട് ഹരിക്കുക. എങ്കിലാണ് നമുക്ക് ശനി എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എത്താൻ കഴിയൂ. ആ 7 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണോ ശിഷ്ടം വരുന്നത് ആ ശിഷ്ടമാണ് തന്നിരിക്കുന്ന ദിവസത്തിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. അത് കൃത്യമായി ഓർത്തു വെക്കുക. ഇനി 83-ാമത്തെ ക്വസ്റ്റ്യൻ. അമ്മുവിന്റെ വയസ്സ് 10ന്റെ ഗുണിതമാണ്. കഴിഞ്ഞ വർഷം അവളുടെ വയസ്സ് 13ന്റെ ഗുണിതമായിരുന്നു. അമ്മുവിന്റെ വയസ്സ് എത്ര? ഇത് നിങ്ങൾ ഒരിക്കലും എക്സും വൈയും വെച്ചിട്ടൊന്നും ചെയ്യാൻ നിൽക്കരുത്. കാരണം ഇത് ഓപ്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്ഷൻസിൽ നിന്ന് പിക്ക് ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അമ്മുവിന്റെ വയസ്സ് 10ന്റെ ഗുണിതമാണ്. ഇപ്പോൾ 10ന്റെ ഗുണിതവും കഴിഞ്ഞ വർഷം 13ന്റെ ഗുണിതവുമായ സംഖ്യ ഏതാണെന്ന് ചോദിക്കുക. അതായത് ഇപ്പോൾ അത് 10ന്റെ ഗുണിതമായിരിക്കണം, എന്നാൽ കഴിഞ്ഞ വർഷം അത് 13ന്റെ ഗുണിതവുമായിരിക്കണം. കാരണം കഴിഞ്ഞ വർഷം 13ന്റെ ഗുണിതം എന്ന് പറയുമ്പോൾ നമുക്ക് 39 13ന്റെ ഗുണിതമാണല്ലോ. അപ്പൊ കഴിഞ്ഞ വർഷം 33ന്റെ ഗുണിതമാണ്.
അപ്പോൾ ഈ വർഷം അതിന്റെ കൂടെ ഒരു വയസ്സ് കൂടുമെന്ന് നമുക്കറിയാലോ. കാരണം ആ ഒരു വയസ്സ് കൂട്ടിയാലല്ലേ കഴിഞ്ഞ വർഷം 13ന്റെ ഗുണിതമായ സംഖ്യ എന്ന് പറയുന്നത് 39 ഇവിടെ തന്നിട്ടുള്ളത്. ഈ വർഷം 1 കൂട്ടണം എന്ന് പറയുമ്പോൾ, അതായത് 10ന്റെ ഗുണിതമാണം എന്ന് പറയുമ്പോൾ അതിന്റെ ആൻസർ 40 തന്നെ വരൂ. 39 അല്ല 40 തന്നെ വരൂ. അത് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിക്കുക. അമ്മുവിന്റെ വയസ്സ് 10ന്റെ ഗുണിതമാണ്. കഴിഞ്ഞ വർഷം അവളുടെ വയസ്സ് 13ന്റെ ഗുണിതമായിരുന്നു. അപ്പോൾ അമ്മുവിന്റെ വയസ്സ് എത്ര? ഇപ്പോഴത്തെ വയസ്സാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ വയസ്സ് 40 10 വേറൊരു രീതി കൂടി പിക്ക് ചെയ്യാവുന്നതാണ്. കാരണം 30 എന്നൊരു സംഖ്യ 10ന്റെ ഗുണിതമാണ്. പക്ഷെ ഇത് കഴിഞ്ഞ വർഷം നോക്കുമ്പോൾ 13ന്റെ ഗുണിതമല്ല. അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. 10ന്റെ ഗുണിതമാണെന്ന് കരുതി ഒരു കാരണവശാലും 30 എന്ന് എഴുതരുത്. അതേപോലെ നമുക്ക് 2 ആൻസർ ഇവിടെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. 39 52. കാരണം 2ഉം 10ന്റെ ഗുണിതമല്ല. അതുകൊണ്ട് തന്നെ അതിനെ ഒഴിവാക്കാൻ കഴിയും. അങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതിനെ എലിമിനേറ്റ് ചെയ്യുക. പിന്നെ 2 എണ്ണമേ ഉള്ളൂ എന്ന് നമുക്കറിയാം. 30 49. 30 നിന്ന് 1 കുറച്ചാൽ 29. 29 ഒരു 13ന്റെ ഗുണിതമല്ല. അപ്പൊ അതെന്തായാലും ശരിയാവില്ല എന്ന് ഉറപ്പായി. പിന്നെ 40 നിന്ന് 1 കുറച്ച് 39. 39 13ന്റെ ഗുണിതമാണ്. 3 13 39 13ന്റെ ഗുണിതമാണ്. 39 അല്ല നമുക്ക് കിട്ടേണ്ടത്, 40 10ന്റെ ഗുണിതമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഓപ്ഷൻ സി 40 എന്ന ആൻസർ നമുക്ക് കിട്ടും. ഇനി 84. എക്സിന്റെ y ശതമാനം 30 ആയാൽ വൈയുടെ എക്സ് ശതമാനം എത്ര എന്നാണ് ചോദ്യം. ഇത് കാണുമ്പോൾ നല്ല ബുദ്ധിമുട്ടൊന്നെങ്കിലും വളരെ എളുപ്പമാണ്. എക്സിന്റെ y/100 എന്ന് പറയുന്നത് 30 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് എക്സിന്റെ y%. അപ്പൊ yന്റെ x/100 എത്രയാണ് എന്നാണ് ചോദ്യം. yന്റെ x/100 എന്ന് ചോദിച്ചാൽ y × x അല്ലെങ്കിൽ x × y ഏതായാലും വേണ്ടില്ല. ഈ 100നെ ഇങ്ങോട്ട് കൊണ്ടുപോവുക, ഈ 30ന്റെ അടുത്തേക്ക് കൊണ്ടുപോവുക. അപ്പൊ 100 × 30 3000 എന്ന ആൻസർ കിട്ടി. അതായത് ഈ 100നെയാണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയത്. അപ്പൊ xy = 3000 എന്ന് പറ്റി. അപ്പൊ 3000 ഡിവൈഡ് ബൈ 100 y% എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 3000 × 100 എന്ന് കിട്ടും. ഈ 2 0 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 30 എന്ന ആൻസർ നമുക്ക് ലഭിക്കും. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. 1-2 വട്ടം ട്രൈ ചെയ്ത് നോക്കിയാൽ എന്തായാലും ഇതിന്റെ ആൻസർ കിട്ടും. ഇതിന്റെ വിശദമായ ക്ലാസ്, അതായത് എളുപ്പത്തിൽ എങ്ങനെ എത്രയും പെട്ടെന്ന് ചെയ്യാം എന്നുള്ള ക്ലാസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ചെയ്തിട്ടില്ല. LCMന്റെ ക്ലാസ് മാത്രമേ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള ക്ലാസ്സുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഏജിന്റെ അതേപോലെ % എളുപ്പത്തിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള രീതി പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് ഇനി വിശദമായി പറയുന്നില്ല. 85ാമത്തെ ക്വസ്റ്റ്യൻ. 20 ആളുകൾ 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി 8 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ഓപ്ഷൻ എ 40, ബി 30, സി 15, ഡി 48. സുഖമായിട്ട് ചെയ്യാം. 20 × 6/8 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് മതി. അതായത് 20 ആളുകൾ എത്ര ആളുകളാണോ എത്ര ദിവസം, അതായത് ആളുകളുടെ എണ്ണം ഇൻറ്റു ദിവസം ഡിവൈഡ് ബൈ ആളുകൾ, എത്ര ആളുകളുണ്ടോ അത് ചെയ്യുക. 20 × 6/8 120/8 = 15 എന്ന ആൻസർ കിട്ടും. എന്നാൽ ഈ ചോദ്യം വേറൊരു രീതിയിലും ചോദിക്കാം. ഇപ്പൊ 8 ആളുകളുണ്ട്, ഇനി എത്ര പേര് കൂടി കൂട്ടിയാൽ ഈ ജോലി ചെയ്തു തീർക്കാൻ പറ്റും എന്നാണ് ചോദ്യമെങ്കിൽ 15 - 8 എന്നെഴുതി 7 എന്നതായിരിക്കും അവിടെയുള്ള ആൻസർ. അപ്പോ അതുകൊണ്ടാണ് പറയുന്നത് ക്വസ്റ്റ്യൻ ഒന്നിൽ കൂടുതൽ തവണ വായിക്കാൻ ശ്രമിക്കുക. കാരണം അതായിരിക്കും ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. കാരണം ഒന്നിൽ കൂടുതൽ തവണ വായിക്കാൻ ശ്രമിച്ചാൽ ക്വസ്റ്റ്യനിലുള്ള മിസ്റ്റേക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇനി 86ാമത്തെ ക്വസ്റ്റ്യൻ. 7 സംഖ്യകൾ സമാന്തര ശ്രേണിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. മധ്യപദം 15 ആയാൽ പദങ്ങളുടെ തുക എത്ര? ഇത് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഞാൻ ആദ്യം പറയാം. 15 × 7, അതായത് ഈ മധ്യപദം ഇൻറ്റു എത്ര സംഖ്യകളാണോ അത് ചെയ്താൽ മതി. 105 എന്ന ആൻസർ കിട്ടും. ഇനി ആ സമയത്ത് ഇത് വർക്കായില്ല, കാരണം ചെറിയ സംഖ്യകളാണെങ്കിൽ മാത്രമേ ഇത് നടക്കൂ. വർക്കായില്ല എന്ന് കരുതുക. നമ്മൾ ആദ്യം മധ്യപദം എന്ന് പറയുന്നത് എക്സ് എന്നെടുക്കുക. പിന്നെ ഇവിടെ നിന്ന് 3 എണ്ണമേ നമുക്ക് എഴുതാൻ കഴിയും. ഇവിടുന്ന് 3 എണ്ണം. അപ്പൊ 7 സംഖ്യകളായി. സമാന്തര ശ്രേണിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അതിനൊരു പൊതുവ്യത്യാസം ഉണ്ടായിരിക്കും. നടുവത്തെ സംഖ്യ എക്സ് എന്നെടുത്തു,
മുന്നോട്ട് പോകുന്നതോറും എക്സ് പ്ലസ് ഡി, എക്സ് പ്ലസ് 2d, എക്സ് പ്ലസ് 3d എന്നും ബാക്കിലോട്ട് എക്സ് മൈനസ് ഡി, എക്സ് മൈനസ് 2d, എക്സ് മൈനസ് 3d എന്നിങ്ങനെ നമ്മൾ ക്രമീകരിച്ചു. ഇനി ഇതിൽ നിന്ന് വെട്ടിക്കളയാവുന്നതാണ് 3d പോയി, പ്ലസ് 3d മൈനസ് 3d പോയി, പ്ലസ് 2d മൈനസ് 2d പോയി, പിന്നെ d പോയി, d പോയി. അപ്പൊ ബാക്കിയുള്ളത് 7x/7 എന്ന ആൻസറിലാണ് നമ്മൾ എത്തുക. ഇവിടെ പറഞ്ഞിട്ടുണ്ട് മധ്യപദം 15 ആണ് എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പൊ x = 15 എന്ന് കിട്ടും. 7ഉം 7ഉം കട്ടായി പോയി. അപ്പൊ x = 15 എന്ന ആൻസർ കിട്ടും. എന്നിട്ട് ടോട്ടൽ, അതായത് ടോട്ടൽ എത്രയാണ്? 7 പേരാണ് പറഞ്ഞിട്ടുള്ളത്. x എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 15. അതായത് ടോട്ടൽ എന്ന് പറഞ്ഞാൽ എത്രയാണോ കിട്ടിയ ആ സംഖ്യ കൂടെ ആഡ് ചെയ്ത്, അപ്പൊ 7 × 15 = 105 എന്നുള്ള ആൻസർ കിട്ടും. ഇത് വളരെ എളുപ്പമുള്ള മെത്തേഡും, ഇനി ഈ മെത്തേഡ് അറിയില്ല എന്നുള്ളവർക്ക് മാത്രം യൂസ് ചെയ്യാവുന്ന മെത്തേഡാണിത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക. 7x എന്നാണ് ടോട്ടൽ എന്നുള്ളതിന്റെ ഇക്വേഷൻ. അതായത് ഇവിടെ കൂട്ടുന്നതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 7x ആണ്. അതുകൊണ്ടാണ് 7 × x എത്രയാണ്? 15. 15 എന്നുള്ള ആൻസർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 7 × 15 = 105 എന്ന ആൻസർ നമുക്ക് ഇവിടെ കിട്ടും. അതിന്റെ തുക എന്ന് പറയുന്നത് 105 എന്നാണ്. ഇനി 87. ഇതിന്റെ റൂള് ബോർഡ് മാസ് റൂളാണ്. 9 × 36/4 + 9 - 9. ഇത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 36/4 ചെയ്യുക. 9 × 4 36 ആണ്. അപ്പൊ 9 × 9 + 9 - 9 എന്ന് കിട്ടി. 9 × 9 81 + 9 - 9. 81 + 9 എത്ര? 90. 90 - 9 എത്ര? 81. അതിന്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇവിടുന്ന് തന്നെ കട്ട് ചെയ്ത് കളയാം. ഈ രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻ സി 81 എന്നുള്ളത്. ബോർഡ് മാസ് പലപ്പോഴും PSC നിങ്ങളെ തന്നെ കുരുക്കും. കാരണം നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്താലും ആൻസർ കിട്ടില്ല. നിങ്ങൾ കരുതുന്നത് നിങ്ങളുടെ ഭാഗത്ത് വരുന്ന തെറ്റാണെന്ന്. ഒരിക്കലും അങ്ങനെ കരുതരുത്. ഒരു 2 അല്ലെങ്കിൽ 3 വട്ടം ട്രൈ ചെയ്തിട്ടും ആൻസർ കിട്ടുന്നില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ തെറ്റായിരിക്കും. കാരണം PSC ശ്രമിക്കുന്നത് നിങ്ങളുടെ സമയം കളയാൻ വേണ്ടിയിട്ടായിരിക്കും. ഒരിക്കലും ഒരു 3ൽ കൂടുതൽ തവണ ഒരിക്കലും ബോർഡ് മാസ് റൂൾ ചെയ്ത് നോക്കരുത്. പിന്നെ നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ മാത്രം അവസാനം ചെയ്ത് നോക്കാം. പിന്നെ കറക്കിക്കുത്ത് ഒഴിവാക്കുക. അഥവാ അതിനൊരു ആൻസർ നിങ്ങളുടെ തെറ്റുകൊണ്ടാണ് കിട്ടാതിരിക്കുന്നതെങ്കിൽ ആ ഒരു മാർക്ക് പോകാതിരിക്കാനാണ്. നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഒഴിവാക്കുക. അല്ലാതെ ഒരിക്കലും കറക്കി കുത്താനോ അല്ലെങ്കിൽ അതായിരിക്കും അതിന്റെ അടുത്ത് വന്ന സംഖ്യ ഇതാണല്ലോ എന്ന് കരുതി ചെയ്യാനോ ശ്രമിക്കരുത്. പലപ്പോഴും തെറ്റിപ്പോകും. ബോർഡ് മാസ് റൂളുകളാണ് അധികവും PSC നിങ്ങളെ കുഴപ്പിക്കുക. കാരണം ഇതിൽ പല ടെക്നിക്കും അവർ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഓപ്ഷൻസിൽ അതിന്റെ ഉത്തരമേ ഉണ്ടാവില്ല. നിങ്ങൾ 5-6 തവണ ചെയ്യുകയും അതുമൂലം നിങ്ങളുടെ സമയം നഷ്ടപ്പെടുകയും ബാക്കിയുള്ള ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യപ്പെടാൻ പറ്റാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരു 3ൽ കൂടുതൽ തവണ യാതൊരു കാരണവശാലും ബോർഡ് മാസ് റൂള് യൂസ് ചെയ്യരുത്. കാരണം എപ്പോഴും നിങ്ങളെ കുഴപ്പിക്കും. ഇനി 88. ഇത് റീസണിങ്ങിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പലർക്കും ആൻസർ കിട്ടാതെ വിഷമിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. 2020 നടന്ന ഈ എക്സാമിൽ പലരെയും കുഴപ്പിച്ച ചോദ്യമാണ് ഇത്. ഇതിന്റെ ആൻസർ 25 എന്നാണ്. 13 എന്നാണ്. ഇത് കിട്ടാനുള്ള കാരണം HE എന്ന് പറയുന്നത് 25 എന്ന് എന്തുകൊണ്ട് എടുത്തു എന്നായിരിക്കും പലർക്കും സംശയം. കാരണം HE എന്ന് പറയുന്നത് 25 അല്ലാതെ വേറെ ഒരു സംഖ്യ എടുത്താലും 3 അക്കം കിട്ടുന്ന അവസാനം 25ൽ അവസാനിക്കുന്ന ഒരു സംഖ്യ തന്നെ നമുക്ക് കിട്ടണം. ഇവിടെ നമ്മൾ 13 എടുത്തതെന്ന് കരുതുക. നമ്മളിപ്പോ 25 എടുത്തതുകൊണ്ട് ഞാൻ ഒറ്റയടിക്ക് 25 എങ്ങനെ എടുത്തു എന്നായിരിക്കും പലരും ചോദിക്കുക. കാരണം 25ന്റെ സ്ക്വയർ 625 ആണ്. സ്ക്വയർ അതായത് HE × HE എന്ന് പറഞ്ഞ അവസാനവും HE എന്ന് പറഞ്ഞ അതേ സെയിം സംഖ്യ തന്നെ കിട്ടണം. ഇത് പലരും ചെയ്ത രീതി എന്ന് പറഞ്ഞാൽ A മുതൽ Z വരെ എഴുതും. 1 2 3 4 26 വരെ എഴുതും. എത്ര ചെയ്താലും ആൻസർ കിട്ടില്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനൊരു ചോദ്യം വന്നാൽ ഏതിന്റെ സ്ക്വയറിലാണ് അവസാനം ആ സംഖ്യ തന്നെ അവസാനിക്കുന്നത് എന്ന് നോക്കുക. ഇത് 2 അക്കമായിരുന്നു വെച്ചാൽ 6 36, 5 25 അങ്ങനെയുള്ള പല സംഖ്യകളിലും അവസാനിച്ചിരുന്നു. ഇത് 3 അക്കമുള്ള ഒരു സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ അത് ഒരിക്കലും
25 അല്ലാതെ മറ്റൊരു സംഖ്യ ഉണ്ടാകില്ല. കാരണം ഇപ്പൊ നിങ്ങൾ 10 എടുത്തു, 10 അവസാനിക്കണം 100-ലാണ്, 100ന്റെ അവസാനം 10 അല്ല എന്ന 2 0-ആണ്. 13 എടുത്തു, 169-ആണ്, അവസാനിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് 69-ആണ്, ഒരിക്കലും 13 അല്ല. അങ്ങനെ വരുന്ന ഏക സംഖ്യ എന്ന് പറയുന്നത് 25-ആണ്. ഓപ്ഷനിൽ 25 എന്ന് കൂടി തന്നിട്ടുണ്ട്. ഓപ്ഷൻ നോക്കിയാൽ തന്നെ ചിലപ്പോൾ നമുക്ക് കിട്ടും. കാരണം 25 × 25 എന്ന് പറയുന്ന ഏക സംഖ്യ മാത്രമേ അവസാനം 25-ൽ അവസാനിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പലരും പോയിട്ട് ആൻസർ എഴുതി വെച്ചു 25 എന്നുള്ളത്. എന്നാൽ ചോദ്യം നോക്കണം. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന HE എത്ര എന്ന് കണ്ടുപിടിക്കാനല്ല, S+H+E എത്ര എന്നാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് 6A+2A+5 = 13 എന്ന ആൻസർ കിട്ടും. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 13-ആണ്. കാരണം 6A+2A+5 = 13 എന്ന ആൻസർ ആണ് ഇവിടുത്തെ ശരിയായ ആൻസർ. ഇനി 89-ാമത്തെ ക്വസ്റ്റ്യൻ. 5000 രൂപ 8% നിരക്കിൽ 2 വർഷത്തേക്ക് സാധാരണ പലിശയ്ക്ക് നിക്ഷേപിച്ചാൽ തിരികെ ലഭിക്കാവുന്ന തുക എത്ര? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എല്ലാവരും എഴുതും I=PNR എന്നുള്ള ഇക്വേഷൻ ഒക്കെ ഉപയോഗിക്കും. ഇക്വേഷൻ ഒന്നും ഉപയോഗിക്കേണ്ട, മീൻസ് ഇക്വേഷൻ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞാൽ കാണാപ്പാടം പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് തന്ന എല്ലാ സംഖ്യയും ഗുണിച്ചാൽ മതി. 5000 × 8% എന്ന് പറഞ്ഞാൽ 8/100 × 2 ഇത് ചെയ്ത് കഴിഞ്ഞാൽ 800 എന്ന ആൻസർ നമുക്ക് കിട്ടും. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന കിട്ടാവുന്ന പലിശ എത്ര എന്നല്ല. പലിശയായിരുന്നു എങ്കിൽ 800 ആയിരുന്നു കറക്റ്റായ ആൻസർ. എന്നാൽ ഇവിടെ ചോദിച്ചത് നിക്ഷേപിച്ച തിരികെ ലഭിക്കാവുന്ന തുക എത്ര എന്നാണ്. തുക എത്ര എന്ന് ചോദിക്കുമ്പോൾ ആ 5000 + 800 ആഡ് ചെയ്ത് 5800 എന്ന ആൻസർ നമുക്ക് ലഭിക്കും. അപ്പൊ ഇത് വളരെ എളുപ്പമുള്ളതാണ്. നിങ്ങൾ കോമ്പൗണ്ടിലാണെങ്കിലും ഇതേപോലെ ഇക്വേഷൻസും ഇതൊന്നും യൂസ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ ലോജിക്ക് വെച്ച് ചെയ്താൽ പെട്ടെന്ന് ആൻസർ കിട്ടും. കാരണം കോമ്പൗണ്ട് ആയിരുന്നു എങ്കിൽ ഫസ്റ്റ് വർഷം 800 കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ വർഷം 5800 × 8/100 ഇൻറ്റു എന്നുള്ള ഇക്വേഷൻ ആയിരിക്കും യൂസ് ചെയ്യേണ്ടി വരിക. അവിടെ ×2 എന്ന് വരില്ല എന്നേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ കാണാം. ഒരു കാരണവശാൽ നിങ്ങൾ അധികം ഇക്വേഷൻസിനെ നോക്കാതിരിക്കുക. കൃത്യംഗങ്ങൾ അങ്ങനെയുള്ളതിലൊക്കെ നിങ്ങൾക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാം. അതേപോലെ A+B × A-B അങ്ങനത്തെ ഇക്വേഷൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കാണാതെ പഠിക്കണം. ഈ കോമ്പൗണ്ടിലും ഇതിലൊന്നും മാക്സിമം ഇക്വേഷൻസ് യൂസ് ചെയ്യാതെ പഠിക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് I-യും B-യും N-ഉം R-ഒക്കെ മാറിപ്പോകും. അവസാനം ഒന്നും മനസ്സിലാവാത്ത രീതിയിലെത്തും. ഞാൻ ആ കോമ്പൗണ്ടും കൂടി നിങ്ങൾക്ക് ഒന്ന് പഠിപ്പിച്ചു തരേണ്ട. ഈ ക്ലാസ്സിന് അവസാന സമയം കിട്ടിയാൽ ഞാൻ ചെയ്തു തരാം. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പാർക്കിംഗ് ഏരിയയിൽ നിന്നും 2 കാറുകൾ ഒരേ സമയം പുറപ്പെടുന്നു. ഒന്ന് 6 കിലോമീറ്റർ വടക്കോട്ടും മറ്റൊന്ന് 8 കിലോമീറ്റർ പടിഞ്ഞാറോട്ടും യാത്ര തിരിച്ചു. കാറുകൾ തമ്മിലുള്ള ഇപ്പോഴത്തെ അകലം എത്ര? പലരും ചെയ്ത് ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു ഇതിന്. ഇങ്ങനെ വരച്ചു വെച്ചു. ഇതിന്ന് അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി. പലരും കരുതി ഇത് ടൈമും വേഗതയും തമ്മിലുള്ള ബന്ധപ്പെട്ടിട്ടുള്ളതൊക്കെയാണ് എന്ന്. പക്ഷെ ഇത് വളരെ എളുപ്പത്തിലാണ്. സാധാ ത്രികോണം തന്നെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. വടക്കോട്ട് 8 കിലോമീറ്റർ എന്ന് പറഞ്ഞു. വടക്കോട്ട് 8 കിലോമീറ്റർ. പടിഞ്ഞാറോട്ട് 6 കിലോമീറ്റർ എന്ന് പറഞ്ഞു. പടിഞ്ഞാറോട്ട് 6 കിലോമീറ്റർ. ഇവിടുന്ന് ഇങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി. ഇനി ഇത് രണ്ടും തമ്മിലുള്ള അകലം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് √of കർണ്ണ സ്ക്വയർ + പാദ സ്ക്വയർ, അതായത് 8a² + 6a² എന്ന് ചെയ്തു കഴിഞ്ഞാൽ √of 64 + 36. ആൻസർ √of 100 എന്ന് പറഞ്ഞാൽ ആൻസർ ഓപ്ഷൻ സി 10. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മൾ 003/2020 20 ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ചെയ്തു. വിശദമായി കംപ്ലീറ്റ് ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിന്റെ 2017ലെയും ഇതേപോലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇതിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ നിന്ന് ലഭിക്കുന്നതാണ്. നിങ്ങൾ ആവശ്യമുള്ളവർക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയോ മോക്ക് ടെസ്റ്റ് ആയി ചെയ്ത് നോക്കുകയോ ചെയ്യാം മാത്സ്. അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം ശ്രമിക്കുക. പിന്നെ പലരും ചോദിച്ചിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ എന്തുകൊണ്ട് മുഴുവനായിട്ട് ഇടുന്നില്ല എന്നുള്ളത്. കാരണം നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഓപ്ഷൻസ് മാത്രമാണ് നിങ്ങൾ പഠിക്കുന്നത്. ഓപ്ഷൻസ് അല്ല നിങ്ങൾ പഠിക്കേണ്ടത്. അതിന്റെ ഉത്തരം എന്താണോ അതാണ് പഠിക്കേണ്ടത്. നിങ്ങളോട് ഇപ്പോൾ 29ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇതിന്റെ ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒറ്റയടിക്ക് പറയും C ആണെന്ന്. എന്നാൽ അതിന്റെ ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് അത് പഠിക്കാനുള്ള മാക്സിമം സമയം കൂടി ഞാൻ തരുന്നത്.
അതുകൊണ്ട് തരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായി പഠിച്ചു വെക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ LDC നേടുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിന്റെ അവസാനം ഞാൻ LCM കാൽക്കുലേറ്റ് ചെയ്യേണ്ട ക്ലാസിന്റെ വീഡിയോ ഇടാം. ആവശ്യമുള്ളവർ കാണുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.